നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 16-ാം വാക്യം. നീതിമാന്റെ സമ്പാദ്യം ജീവനിലേക്കും ദുഷ്ടന്റെ ആദായം കൂടുതൽ പാപത്തിലേക്കും നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നീതിമാന്റെ സമ്പാദ്യമെന്ന് ഈ വചനം ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ നീതിമാനെന്നായകയാൽ അവൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികളും നന്മകളും ഒക്കെ തന്നെയാണ്. തീർച്ചയായും അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമാകുന്ന ദൈവസ്നേഹവും ദൈവകൽപ്പനകളുടെ അതേപടിയുള്ള അനുസരണവും അവൻ്റെ നിത്യജീവനിലേക്കുള്ള വഴി തെളിച്ചു നൽകുന്നു. എന്നാൽ അതേസമയം ദുഷ്ടന്റെ ആദായം എന്നത്, ദുഷ്ടന് തിരികെ ലഭിക്കുന്ന പ്രതിഫലം എന്നത് പാപവും അതിൽ നിന്നും വീണ്ടും പാപത്തിലേക്ക് വീഴാനുള്ള പാപ സാഹചര്യങ്ങളുമായിരിക്കും. ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം തെറ്റിന്റെ ആഴം മനസ്സിലാക്കാതെ കൂടുതൽ പാപത്തിലേക്ക് പോകെ തെന്നി വീഴുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കുള്ള ആദായമായും അവൻ്റെ മരണശേഷമുള്ള നിത്യജീവന് പകരമുള്ള ആദായമായും അവന് ലഭിക്കുക നരകവും ഒപ്പം പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളും തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ക്രൈസ്തവരാകുവാൻ, നന്മ ചെയ്യുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവകൽപ്പനകളെ പാലിക്കുന്ന ഉത്തമ ക്രൈസ്തവനാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരമ്മക്കിളി തൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കൂടന്വേഷിച്ച് നടക്കുകയാണ്. മഴക്കാലം വരികയാണ്. വേനലിൻ്റെ വറുതി ഇപ്പോൾ കഴിഞ്ഞു പോയതേയുള്ളൂ. മഴക്കാലത്തിന് മുൻപേ തന്നെ സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ ഒരിടം വേണം. തനിക്കുണ്ടായിരുന്ന കൂടാകട്ടെ തകർന്നും പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അമ്മക്കിളി 3 മക്കളെയും കൊണ്ട് ഒരു പുഴയോരത്തെത്തുകയാണ്. പുഴയോരത്ത് ഒരു ആമ കുഞ്ഞ് കിടപ്പുണ്ട്. ഈ അമ്മക്കിളി ചോദിക്കുന്നുണ്ട്, ഈ പുഴയുടെ വലതുവശത്തായി നിൽക്കുന്ന വലിയ വൃക്ഷത്തിൽ വീടുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഞാനൊരു കൂട് വച്ചാൽ അത് നല്ലതായിരിക്കുമോ? ഉടനെ ആമ മറുപടിയും കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. ഇവിടെയാണെങ്കിൽ ഈ വൃക്ഷത്തിൽ ധാരാളം കിളികൾ നിന്നെപ്പോലെ കൂടുവെച്ച് പാർക്കുന്നുണ്ട്. ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ കൊണ്ട് വിശപ്പടക്കാനും സാധിക്കും. നിന്റെ മക്കൾക്കും നിനക്കും സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പോൾ അമ്മക്കിളി സന്തോഷത്തോടു കൂടി മക്കളെ ഒരു പൊന്തക്കാട്ടിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് തൻ്റെ വീട് പണി ആരംഭിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പല ദിവസങ്ങളിലായി ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ മക്കളെ പോറ്റി വളർത്തി അല്ലെങ്കിൽ മക്കളെ ഊട്ടി വളർത്തി അമ്മക്കിളി ഒരു വീടിനായി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. കമ്പും കോലും ഈർക്കിലും അങ്ങനെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് നല്ലൊരു വീട് നിർമ്മാണത്തിനായി ആ അമ്മമ്മനം തുടിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? മഴക്കാലത്തിന് മുൻപേ ആ വീട് പണി പൂർത്തിയായി കാണുമോ? അല്ലെങ്കിൽ മക്കളെ സംരക്ഷിക്കാനാകാതെ അമ്മക്കിളിക്ക് ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ 1-ാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൗമ്യ വിളിക്കുന്നേ. സൗമ്യ ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? തിരുമല, തിരുവനന്തപുരത്തെ അല്ലേ? അതെ. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, കുഞ്ഞുങ്ങള്. ഓക്കെ, മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുവാണോ? അതെ, സ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ വീട്ടിലെല്ലാരും? സുഖായിരിക്കുന്നു. ഓക്കെ ചേച്ചി. ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം, എന്നിട്ട് ഇടയ്ക്ക് വിശേഷത്തിലേക്ക് വരാം. ഓക്കെ ചേച്ചി. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള 1-ാമത്തെ ചോദ്യം ഇതാണ്. ഏശയ്യാവിന്റെ കാലത്തെ അശൂർ രാജാവ് ആരായിരുന്നു? സർഗോനല്ലേ? ഉറപ്പിച്ച് പറഞ്ഞോ? അതെ, സർഗോൻ. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട, ചേച്ചി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എന്തായാലും ഉത്തരം ശരിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ വഴി കണ്ട പോലെ ചെയ്യാം. അപ്പോ ഇതിന്റെ ശരി ഉത്തരം സർഗോൻ എന്നുള്ളതാണ്. ഓക്കെ, ചേച്ചി 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. ആമോസിന്റെ മകനായ ഏശയ്യാവിന് യഹോവയുടെ കൽപ്പന എന്തായിരുന്നു? അവന്റെ അരയിൽ നിന്ന് പരുക്കൻ വസ്ത്രവും കാലിൽ നിന്നും ചെരുപ്പും അഴിച്ചു കളയുക എന്ന്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. അവന്റെ അരയിൽ നിന്ന് പരുക്കൻ വസ്ത്രവും കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക എന്ന്. ഓക്കെ ചേച്ചി, അപ്പോ ചേച്ചിക്ക് വചനം പറയാനാണോ ഇഷ്ടം, അതോ പാട്ട് പാടാനാണോ? ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഏതാ? ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനാണ് ഇഷ്ടം?
ഏതായിരുന്നാലും ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ ആ ഓക്കെ. ചേച്ചി പാടിക്കോളൂ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൽ. അയ്യോ, തെറ്റിപ്പോയേട്ടാ, സോറി. അത് സാരില്ല സാരില്ല, കുഴപ്പമില്ല. ആ ചേച്ചി പാടിയത് നന്നായിട്ട് പാടി, അതൊന്നും സാരില്ല, കുഴപ്പമില്ല. നമ്മൾ പാടാൻ പറയുമ്പോൾ പാടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. ഓക്കെ ഓക്കെ. ആ ചേച്ചിയാ, ശരി. എന്നാ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോവാ. ഓക്കെ ചേച്ചി, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നഗ്നനായും ചെരുപ്പിടാതെയും നടന്ന പ്രവാചകൻ ആരായിരുന്നു? ഒരിക്കലൊക്കെ പറയൂ. നഗ്നനായും ചെരുപ്പിടാതെയും നടന്ന പ്രവാചകൻ ആരായിരുന്നു? നഗ്നനായും ചെരുപ്പിടാതെയും. യെശയ്യാവ്. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഒരു ചിന്ത വന്നതുകൊണ്ട് ചോദിക്കുന്നു. ഇല്ല ഇല്ല, യെശയ്യാവ്. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഉത്തരം യേശയ്യാവ്. അതെ. സംശയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്നൊന്ന് കൺഫ്യൂസ് ആയി പോയെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതാണ്. ആർക്ക് അടയാളവും അത്ഭുതവുമായാണ് യേശയ്യാവ് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നത്? മിസ്രയീമിനും കൂശിനും. അത് നിസ്സംശയം പറഞ്ഞു. അപ്പം ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ. ഉത്തരം ഇതാണ്, മിസ്രയീമിനും കൂശിനും. അതെ അതെ. ഓക്കെ, ഇപ്പൊ സന്തോഷമായില്ലേ 4 ശരി ഉത്തരം പറയാൻ പറ്റിയപ്പോ? അതെ, സന്തോഷായി. ഓക്കെ, സാറില്ല കേട്ടോ. പാട്ട് തെറ്റിയത് ഓർത്ത് ടെൻഷൻ ആവോ വിഷമിക്കൊന്നും വേണ്ട. നന്നായിട്ട് പാടിയത് നമ്മൾ പാടിയല്ലോ, പിന്നെ പാടാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് പാടുകയും ചെയ്തു. അപ്പൊ അതെല്ലാം ഒരു പോസിറ്റീവ് ആണല്ലോ, ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആണല്ലോ. ഓക്കെ ചേച്ചി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. സൗമ്യ ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറഞ്ഞു, ഒപ്പം പാട്ടൊക്കെ പാടി നല്ലൊരു കോളറായിട്ട് മാറി. ഇപ്പൊ ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. അപ്പോൾ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മക്കിളിയുടെ കഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അങ്ങനെ മഴക്കാലത്തിന് മുൻപേ തന്നെ അമ്മക്കിളി ഈ ഒരു ജോലി ആരംഭിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി മണിക്കൂർ പണിയെടുത്തു, പലയിടത്തുനിന്നും പലരും ആട്ടി ഓട്ടിച്ചു, പല വീടുകളിൽ നിന്നും അവളെ അടിച്ചോടിച്ചു. അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ, കമ്പും കോലും ഉണങ്ങിയ ചുള്ളിക്കമ്പും ഒക്കെ ആയിട്ട് അവള് വീട് പണി ആരംഭിക്കുകയാണ്, കൂടുപണി ആരംഭിക്കുകയാണ്. മഴക്കാലത്തിന് തൊട്ട് മുൻപായിട്ട് പണിയും കഴിഞ്ഞു. തൻ്റെ 3 മക്കളെയും അവൾ അതിനകത്തേക്ക് കയറ്റി. ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന വൈക്കോലും ഒപ്പം മറ്റ് പേപ്പർ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അവളുടെ കാഴ്ചയിൽ വളരെ മനോഹരമായ ഒരു വീട് പണിതു. ആ മക്കളെ അതിനകത്തിരുത്തി സന്തോഷത്തോടെ അഭിമാനത്തോടെ ആമക്കുഞ്ഞിനെ നോക്കി ഈ അമ്മക്കിളി സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അമ്മക്കിളിയും ആമക്കുഞ്ഞും ഒക്കെ നല്ല കൂട്ടുകാരായി മാറിയിരുന്നു. എന്നിരുന്നാലും ഈ കൂട് കണ്ടപ്പോൾ, ഈ അമ്മക്കിളിയുടെ അധ്വാനം കണ്ടപ്പോൾ ഈ ആമക്കുഞ്ഞിന് ചെറിയൊരു നിരാശയും അതോടൊപ്പം തന്നെ ചെറിയൊരു അഹന്തയും ഉടലെടുക്കുകയാണ്. ഈ ആമക്കുഞ്ഞ് പറയുന്നുണ്ട്, നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ നീ ഇത്രയും അധ്വാനിച്ചിട്ടും നിന്റെ കൂട് ഒരു വൃത്തിയും ഇല്ലല്ലോ. അത് മാത്രമല്ല, ഒരു കാറ്റടിച്ചാൽ ഈ കൂട് താഴെ പറന്നു വീഴുമെന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അടുത്തൊരു കാറ്റിന് ഈ കൂട് നശിച്ചു പോവുകയാണ്. എന്നാൽ ഈ തൻ്റെ 3 മക്കളെയും വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് അമ്മക്കിളി ഇതിനൊരു ഉത്തരം നൽകാതെ വീണ്ടും ആ ഒരു കൂട് നിർമ്മിക്കാനുള്ള തൻ്റെ ശ്രമം തുടരുകയാണ്. വീണ്ടും അവൾ ഒരു കൂട് നിർമ്മിക്കുന്നുമുണ്ട്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബ്യൂല ചേച്ചി, എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിങ്കരയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ നെയ്യാറ്റിങ്കര ഭാഗത്ത്? അതെ അതെ, നല്ല മഴയുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാരും? അതെ അതെ, സന്തോഷം. മക്കളൊക്കെ പഠിക്കുവാണോ? അതെ അതെ. ഓക്കെ, അപ്പൊ സ്കൂളിലൊക്കെ പോയി കാണുമല്ലോ? അതെ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ അവരെ എന്തിനായി വിളിച്ചോ അതിനു പകരം അവർ എന്താണ് ചെയ്തത്?
അവർ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും കാളയറുക്കുകയും ആടിനെ അറുക്കുകയും ഇറച്ചി ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വെരി സിമ്പിൾ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇതാണ്. അവർ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും കാളയെ അറുക്കുകയും ആടിനെ അറുക്കുകയും ഇറച്ചി ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. അതെ. ഓക്കെ, ഇച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്. ഏഷ്യാവിനോട് ചെന്ന് കാണാൻ പറഞ്ഞ ഭണ്ഡാരാധിപനും രാജധാനി വിചാരകനുമായ വ്യക്തി ആരായിരുന്നു? സംശയമൊന്നുമില്ല അല്ലേ? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ് ഷബ്ന. അപ്പൊ ചേച്ചി ബൈബിളില് ചേച്ചിക്ക് ഇത്രയും നാള് ഒത്തിരി ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ബൈബിള് പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഓക്കെ, അപ്പൊ വായിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അപ്പൊ ചേച്ചിക്ക് ഈ ബൈബിള് വായിച്ചതിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രമായിട്ട് തോന്നിയത് ആരെയാ? നമ്മുടെ ജീവിതമായിട്ട് ഉപമിക്കാൻ പറ്റുന്ന ആരെയും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഹന്നയാണ്. ഓക്കെ, കാരണം എന്താ? കാരണം പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായപ്പോ അവിടെ ആശ്രയിക്കാൻ ഭർത്താവ് ഉണ്ടായിരുന്നു. ആശ്വാസവാക്കൊക്കെ പറഞ്ഞെങ്കിലും അവള് മനുഷ്യനിൽ ആശ്രയിച്ചില്ല. ഹന്ന ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ദൈവത്തെ നോക്കി കരഞ്ഞു. തന്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. അതിന് മറുപടിയായി ഒരു മകനെ നൽകി. ദൈവത്തോടുള്ള ഉടമ്പടി ഹന്ന നിവർത്തിക്കുകയും ചെയ്തു. അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇഷ്ടം. അതെ, നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ ആശ്രയിക്കണം എന്നല്ലേ? അതെ അതെ അതെ. സന്തോഷം അത് കേട്ടപ്പോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചേച്ചിയും അങ്ങനെ ആയിരിക്കുമല്ലോ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നി. അതിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ തോന്നിയായിരുന്നു ഹന്നയുടെ പേര് പറഞ്ഞപ്പോ? അതെ അതെ. അപ്പൊ സന്തോഷം ചേച്ചി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ പ്രത്യേകമായി ശാസിക്കുന്നത് ആരെയാണ്? ഭണ്ഡാരാധിപനും രാജധാനി വിചാരകനുമായ ഷബ്നയെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്. ഭണ്ഡാരാധിപനും രാജധാനി വിചാരകനുമായ ഷബ്നയെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചോദ്യം കൂടി ചോദിച്ചങ്ങ് നിർത്താം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഷബ്ന ചെയ്തത് എന്താണ്? അവൻ ഒരു ഉയർന്ന സ്ഥലത്ത് തനിക്കായി ഒരു കല്ലറ വെപ്പിക്കുന്നു. പാറയിൽ തനിക്കായി ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാം ഭയങ്കര സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പറയുന്നു. അത് പ്രത്യേക ഒരു അനുഗ്രഹം കേട്ടോ. അതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ്. ഒരു ഉയർന്ന സ്ഥലത്ത് അവൻ തനിക്കായി ഒരു കല്ലറ വെട്ടിക്കുന്നു. പാറയിൽ തനിക്കായി ഒരു പാർപ്പിടം കൊത്തി ഉണ്ടാക്കുന്നു. ഇപ്പോ 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ബൈബിളിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഹന്നയെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേർത്തിയായിരുന്നു അല്ലെ ഈ കഴിഞ്ഞ കുറച്ച് മിനിറ്റ്? ഓക്കെ, അപ്പൊ ചേച്ചി എന്തായാലും തീർച്ചയായിട്ടും ഇനിയും വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്കും സന്തോഷം. തീർച്ചയായിട്ടും ചേച്ചിയുടെ കുടുംബത്തിനും ചേച്ചിക്കൊക്കെ വേണ്ടി നമ്മളും പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത് ബ്യൂല ചേച്ചിയായിരുന്നു. വളരെ നന്നായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഭയങ്കര ആക്റ്റീവായിട്ട് ഉത്തരം പറഞ്ഞു. നമ്മളൊരു കുഞ്ഞു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം പോലെ തന്നെ നമ്മുടെ ഹന്നയെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു വിവരണം നൽകി. അപ്പോൾ നല്ലൊരു പ്രേക്ഷക കൂടെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനെയും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ ഒരു അന്ത്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ആദ്യത്തെ കൂട് നഷ്ടപ്പെട്ടു പോയ അമ്മക്കിളി വീണ്ടും പരിശ്രമിച്ച് ആ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൃക്ഷത്തിൻ്റെ ഈ ചില്ലയുടെ അറ്റത്തായി നിർമ്മിച്ച കൂട്ടിൽ നിന്നും മാറി ശിഖരങ്ങൾക്കിടയിലേക്ക് പുതിയൊരു കൂട് നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ കൂടിൻ്റെ പണി പൂർത്തിയായ സമയം തന്നെ മക്കളെയും കൊണ്ട് അതിലേക്ക് കടക്കുമ്പോഴും അവളുടെ മനസ്സിനൊരു പേടിയുണ്ടായിരുന്നു, ഈ കൂട് നശിച്ചു പോകുമോ എന്നുള്ളത്. പക്ഷെ അപ്പോഴും മാമക്കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. എന്താണ്? ഈ കൂടിനെ കാണാൻ വൃത്തിയില്ല, അല്ലെങ്കിൽ ഈ കൂടിനെ കാണാൻ ഭംഗിയില്ല, കാറ്റടിച്ചാൽ ഇത് തകർന്നു പോവും, വെയിൽ വന്നാൽ മഴ വന്നാലും അതിനകത്തിരുന്ന് നനയണം. അപ്പോൾ ശരിക്കും വീടിൻ്റെ ആകൃതിയിലുള്ളതല്ല,
പിന്നെയോ ചെറിയ മക്കളെയും കൊണ്ട് തനിക്ക് ഒതുങ്ങിയിരിക്കാൻ, തൻ്റെ മക്കൾക്ക് ചൂട് പകർന്നു കൊടുക്കാനുള്ള ചെറിയൊരു ഇടം മാത്രമാണ് ഇതിൻ്റെ ഒരു കുറവായിട്ട് അവൾക്കും തോന്നി. പക്ഷെ എന്നിരുന്നാലും അവൾ ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഒരു ആമയുടെ കളിയാക്കലിനെ അതിജീവിച്ചു. ആമ വീണ്ടും അവളെ ഇത് പറഞ്ഞ് കുത്തി നോവിച്ചപ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ വീട്ടിൽ എനിക്ക് എൻ്റെ മക്കളോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കാം, നിനക്കോ? അപ്പോൾ ആമ പറയുന്നുണ്ട്, എനിക്ക് മഴ പെയ്യുകയാണെങ്കിലും വെയിൽ കൊള്ളുകയാണെങ്കിലും എൻ്റെ തോടിനകത്ത് ഒളിച്ചാൽ മതി, എനിക്ക് പുതിയ വീടൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, ഞാൻ എവിടെയുണ്ടോ അവിടെ എനിക്ക് വീടുമുണ്ട്. പക്ഷെ അപ്പോഴും അമ്മക്കിളി അതിൽ തളരാതെ അമ്മക്കിളി ഇങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് നിന്റെ കാര്യം നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്, എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് തയ്യാറാക്കുന്നത്. ഈ വീട് ഞങ്ങൾക്ക് ഒത്തൊരുമയുടെ, ഞങ്ങളുടെ ഐക്യത്തിൻ്റെ ഭവനം കൂടിയാണ്, അല്ലാണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ആമയ്ക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. ആമ പക്ഷേ സത്യം തിരിച്ചറിയുന്നുണ്ട്. അമ്മക്കിളി പറഞ്ഞ വാക്കുകളെ അത് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഇവരുടെ സംഭാഷണം എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ തോമസ്. ലീലാമ്മ ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാന് തലശ്ശേരി. തലശ്ശേരി, കല്ലിശ്ശേരി. കല്ലിശ്ശേരി. ആ, ഓക്കെ ഓക്കെ. ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ എന്റെ ഹസ്ബൻഡ് മാത്രം. സന്തോഷമായിട്ടിരിക്കുന്നോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴ തന്നെ, മഴ ഭയങ്കര പെരുമഴയല്ലേ? ആ. ഓക്കെ, സാരില്ല. നമ്മൾ ഒരു സമയത്ത് മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, ഇപ്പൊ മഴ കിട്ടി, ഇപ്പൊ കുറച്ച് മഴ കുറയാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സാരില്ല, കുറച്ച് മുന്നോട്ട് ദിവസങ്ങളിലൊക്കെ പോകുന്തോറും നമുക്ക് എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം തരും. ഓക്കെ, അപ്പൊ ആന്റി, നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് വിശേഷങ്ങളിലേക്ക് കൂടി മടങ്ങി വരാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എത്ര വർഷമാണ് ഏശയ്യാവ് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നത്? 3 സംവത്സരം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ശരി ഉത്തരം ഇതാണ്, 3 വർഷം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിസ്രയീമും നിമിത്തം അവർ എന്തു ചെയ്യും? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഭ്രമിക്കുകയും ലജ്ജിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഉത്തരം. ആന്റി പാട്ട് പാടുവോ? എനിക്ക് വലിയ പാട്ടൊന്നും അറിയത്തില്ല, ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. എൻ പ്രിയാനിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂമിൽ എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിയിടുമേ, അങ്ങേ മാറിൽ ചാരിടുമ്പോ ഞാനെന്തു ഭാഗ്യവാനായി, ഞാനെന്തു ഭാഗ്യവാനായി. എൻ പ്രിയാ പൊൻകര എന്നെ താങ്ങി നടത്തിടുന്നതായി എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ. അറിയല്ലോ. നന്നായിട്ട് പാടി ആന്റി, നന്നായിട്ട്, വളരെ നന്നായിട്ട് പാടി കേട്ടോ. പാടാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാടിയല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: കടൽക്കരയിലെ നിവാസികൾ അന്ന് എന്തു പറഞ്ഞ് വിലപിക്കും? അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആരും വിടുവിക്കുന്നത് പ്രത്യാശ പോയല്ലോ എന്ന് പറഞ്ഞത്. ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: നമ്മുടെ പ്രത്യാശ ഇപ്രകാരമായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? കടൽക്കരയിലെ നിവാസികളെ വിലപിക്കുന്നത്. സന്തോഷമായോ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയപ്പോ? ആന്റി എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ടോ? പിന്നെ ബൈബിൾ വായിച്ചില്ല. ഓക്കെ, അപ്പൊ ബൈബിളിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലേ? സന്തോഷം. അപ്പൊ ബൈബിളിൽ ജീവിക്കുന്ന വ്യക്തിക്ക് 4ാമത്തെ ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ചോദ്യം ഇതാണ്, ഏശയ്യാവിന്റെ അരക്കെട്ടിൽ അനുഭവപ്പെട്ട വേദന എങ്ങനെയുള്ളതായിരുന്നു? യെശയ്യാവിന്റെ അരക്കെട്ടിലോ? അനുഭവപ്പെട്ട വേദന എങ്ങനെയുള്ളതായിരുന്നു? നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദനയായിരുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻ കേട്ടപ്പോ. ഞാനത് ഏതാണെന്ന് എനിക്ക് ഓക്കെ. അപ്പൊ സാരില്ല, അത് സാരില്ല. ഇപ്പൊ എന്തായാലും ശരി ഉത്തരമായല്ലോ. ഉത്തരം ഇതാണ്, പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ വേദന പോലെ. അത് നമ്മുടെ ബൈബിള് മാറുന്നതനുസരിച്ച് വാക്കുകൾ മാറുന്നയാ. പക്ഷെ ശരി ഉത്തരമാണ്. അപ്പം അതെ, 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തന്നു. സന്തോഷായില്ലേ? ഓക്കെ ആന്റി, വചന സമീക്ഷ എല്ലാ ദിവസവും കാണാറുണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാം കേട്ടോ. അതുപോലെ തന്നെ അങ്കിളിന് വേണ്ടിയിട്ടും ആന്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ലീലാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആന്റി 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകി. നമുക്ക് വേണ്ടിയിട്ട് പാട്ടുപാടി, ഒപ്പം ചെറിയ ജീവിത വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചു. അപ്പോൾ ആൻറ്റിക്കും മംഗളിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയും നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ആമക്കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ അമ്മക്കിളിയുടെയും സംഭാഷണത്തിലായിരുന്നു അവസാനം എത്തി നിന്നത്. അപ്പോൾ ഈ ആമക്കുഞ്ഞ് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അമ്മക്കിളിയോട് പറയുന്നുണ്ട്, ഇനി ഞാൻ നിൻ്റെ കുറവുകളൊന്നും കണ്ട് നിന്നെ പരിഹസിക്കില്ല കേട്ടോ, നമുക്ക് നല്ല കൂട്ടുകാരായിട്ട് ഇരിക്കണം. എനിക്ക് ചെറിയൊരു അഹങ്കാരവും അസൂയൊക്കെ വന്നായിരുന്നു. ഞാൻ നിങ്ങളെക്കാളും ഭേദമാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളെക്കാളും മികച്ചതാണ് ഞാൻ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞത്. നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ ഇനി ഒരിക്കലും നിന്നെ കളിയാക്കില്ല. നല്ല കൂട്ടുകാരായിട്ട് നല്ല അയൽക്കാരായിട്ട് നീ മുകളിലും നിൻ്റെ മക്കളോടൊപ്പം താമസിക്കുമ്പോൾ ഞാൻ താഴെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചങ്ങാത്തം അല്ലെങ്കിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രകൃതിയുടെ 2 കുഞ്ഞു ജീവികളാണ് ആമക്കുഞ്ഞും അമ്മക്കിളിയും. പക്ഷേ ഈ ആമക്കുഞ്ഞും അമ്മക്കിളിയും പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ ആയിരിക്കും. നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും നമ്മളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിഹസിച്ചിട്ടുള്ള പലരും ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ നന്മയെന്ന് നമ്മൾ ഭാവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അഭിമാനമെന്ന് നമ്മൾ ഭാവിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒരുപക്ഷെ പരിഹാസത്തിൻ്റെ പാത്രമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പരിഹാസത്തിന് പാത്രമാകുവാൻ അവർ നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ അവർക്ക് വിധേയമായി ജീവിക്കുകയല്ല, പിന്നെയോ അതിൽ നിന്നുകൊണ്ട്, ആ പരിഹാസത്തിൽ നിന്നുകൊണ്ട് അതിനെ കീഴടക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ, ആ എനിക്കുള്ള നന്മയിൽ സന്തോഷിക്കുവാനും എനിക്കുള്ള നന്മയെ ഉയർത്തിപ്പിടിക്കുവാനും മേന്മയുള്ളതെന്ന് കാണിക്കുവാനും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ അമ്മക്കിളി തൻ്റെ ദുർബലതകളെ ഒക്കെയും നല്ലതാക്കി അല്ലെങ്കിൽ അതൊക്കെയും തൻ്റെ കുടുംബത്തിൻ്റെ ഐക്യമാക്കി മുന്നിലേക്ക് കാണിച്ചതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ അവിടെ കൂടെയുള്ളവരുടെ ഐക്യത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെയും നമ്മുടെ കുടുംബത്തെയും ഒപ്പം ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒത്തൊരുമയുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ കൂടെ കൂട്ടി ഒരു വിജയത്തിലേക്ക്, ഒരു നന്മയിലേക്ക്, ഒരു മേന്മയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ, അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുവാനും പ്രിയപ്പെട്ടവരെ പോറ്റുവാനും സംരക്ഷിക്കുവാനും നമ്മളിലൂടെയുള്ള നന്മയും മേന്മയും അവരിലൂടെ കൂടി വ്യാപിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ നല്ല സൗഹൃദങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അടിയുറപ്പിക്കുവാൻ ആമക്കുഞ്ഞും അമ്മക്കിളിയും നല്ല സുഹൃത്തുക്കളായതുപോലെ നല്ല സൗഹൃദങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.